താമരശ്ശേരിയിൽ ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഇന്ന് ഡോക്ടർമാരുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ്. അടിയന്തര സർവീസ് ഒഴികെയുള്ളവ ബഹിഷ്കരിക്കും. നടപടി ശക്തമാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് KGMOA അറിയിച്ചു. വിവരങ്ങളുമായി രമ്യ, ഇന്നലത്തെ സംഭവം വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലാണ്. മുൻപും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഡോക്ടർ വന്ദനാദാസ് നമുക്ക് മുന്നിലുണ്ട്. അത് കഴിഞ്ഞ് പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. സർക്കാർ കുറേ നടപടികൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു, അക്കമിട്ട് നിരത്തി. പക്ഷെ ഒന്നും നടപ്പായിട്ടില്ലെന്നോ ഈ സംഭവം വ്യക്തമാക്കുന്നത്? തീർച്ചയായും കൃഷ്ണരാജ്, കഴിഞ്ഞ 2023 ഡോക്ടർ വന്ദനക്കെതിരെ ഉണ്ടായ ഈ അക്രമത്തെ തുടർന്ന് സർക്കാർ തന്നെയാണ് കുറെ നിർദ്ദേശങ്ങൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർക്ക് മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഇതെല്ലാം പാഴ്വാക്കായി എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലെ നടന്ന സംഭവം. ഇന്നലെ താമരശ്ശേരിയിലെ ഡോക്ടർ വിപിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ KGMOയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എല്ലാ സർക്കാർ ആശുപത്രികളിലെയും ഡോക്ടർമാർ രോഗി പരിചരണം ഒഴികെയുള്ളവ ബഹിഷ്കരിക്കും. എന്നീ സേവനങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവരുടെ പ്രതിഷേധം നടക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും കാഷ്വാലിറ്റി ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും പൂർണ്ണമായും നിർത്തിവെക്കും. വലിയ തോതിലുള്ള പ്രതിഷേധം KGMOയുടെ നേതൃത്വത്തിലുണ്ട്. കൂടാതെ തന്നെ സംസ്ഥാന വ്യാപകമായി എല്ലാ കേന്ദ്രങ്ങളിലും ഇവർ യോഗങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും 6 ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഈ ഡോക്ടർ വന്ദനയുടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2023 ഈ ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തിന് ശേഷം ഇത്തരത്തിൽ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും തമ്മിലൊരു ഉന്നതതല യോഗമൊക്കെ ചേർന്നിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കുറെ നിർദ്ദേശങ്ങൾ സർക്കാർ തന്നെ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതൊന്നും നടപ്പായില്ല എന്ന് തന്നെയാണ് ഇന്നലത്തെ സംഭവത്തോടു കൂടി ഇവരും KGMOയും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ ഈ ആശുപത്രികളിലെല്ലാം പ്രവർത്തിക്കുന്നതാണ്. ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള സുരക്ഷയും തങ്ങളുടെ ജീവനില്ല എന്ന് തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനാണ് കാതലായ നിർദ്ദേശങ്ങൾ സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇതെല്ലാം ആശുപത്രികളുടെ സുരക്ഷാ ചുമതല ഇതുപോലെ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനെ ഏൽപ്പിക്കുമെന്നും അതുപോലെ എല്ലാ പ്രധാന ആശുപത്രികളിലും പോലീസ് ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കുമെന്നും ഈ തിരക്കുള്ള സമയങ്ങളിൽ അത്യാഹിത വിഭാഗങ്ങളിൽ 2 ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുമെന്നുള്ള വാഗ്ദാനങ്ങളെല്ലാം സർക്കാർ നൽകിയിരുന്നതാണ്. എന്നാൽ ഇതൊന്നും നടപ്പിലായിട്ടില്ല. നിലവിൽ 6 ആവശ്യങ്ങളുമായിട്ടാണ് ഇന്നും ഇത്തരത്തിൽ KGMOയുടെ നേതൃത്വത്തിൽ, കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ KGMO ശക്തമായ ഒരു പ്രതിഷേധവും ഇത്തരത്തിലൊരു സമരവും സംഘടിപ്പിക്കുന്നത്. പൂർണ്ണമായും ഇവർക്ക് ഈ ഒരു ആവശ്യങ്ങൾ നിറവേറി കിട്ടും തന്നെയാണ് ഈ ഒരു സമരത്തിലൂടെ ഇവർ മുന്നോട്ട് വെക്കുന്നതും. 6 ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഈ ആശുപത്രിയിൽ അക്രമങ്ങൾ തടയാൻ അടിയന്തരമായി നടപ്പിലാക്കേണ്ട 6 നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമതായി ആശുപത്രികളെ പ്രത്യേക ഒരു സുരക്ഷാ മേഖലയായി പ്രഖ്യാപിക്കണം. അതുപോലെ തന്നെ ട്രയാജ് സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കുകയും അത്യാഹിത വിഭാഗങ്ങളിൽ ഓരോ ഷിഫ്റ്റിലും 2 ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുകയും വേണം. അതുപോലെ തന്നെ പ്രധാന ആശുപത്രികളിൽ പോലീസ് ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കണം. കൂടാതെ തന്നെ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിലെല്ലാം സത്യവാങ്മൂലം സർക്കാർ സമർപ്പിച്ചതാണ്. ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇന്നിപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ഇത് സർക്കാർ ഗൗരവത്തെ എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും സംസ്ഥാന തലത്തിലേക്ക് ഇത് വ്യാപിപ്പിക്കുമെന്നും എന്നാണ് KGMO ഇപ്പോൾ പറയുന്നത്. കൃഷ്ണരാജ്, രമ്യ, അതായത് ഈ കുട്ടിയുടെ പിതാവ് പ്രതിയുടെ പ്രതികരണമൊക്കെ വളരെ വൈകാരികമാണ്. തൻ്റെ കുട്ടി മരിച്ചു പോയതിലുള്ള നിരാശയോ പ്രതികരണമൊക്കെയാണ് ഈ സംഭവിച്ചത് എന്നാണ്. പക്ഷേ ഈ പ്രതി പറയുന്നുണ്ടല്ലോ, ഇത് ആരോഗ്യമന്ത്രിക്ക്, ആരോഗ്യ വകുപ്പിന്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന്. ഈ സംഭവം ആ അർത്ഥത്തിൽ കൂടി ഇവിടെ ഒരു ആരോഗ്യ വകുപ്പില്ല, അതിൻ്റെ പ്രവർത്തനം എത്രമാത്രം മോശം അവസ്ഥയിലാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നതല്ലേ?
തീർച്ചയായും കൃഷ്ണരാജ്, അത്തരത്തിൽ തന്നെ ഇത് നമുക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം ഈ ആശുപത്രിയിൽ ഈ കുട്ടി ആദ്യഘട്ടത്തിൽ ഈ താമരശ്ശേരി സ്വദേശിയായ 9 വയസ്സുകാരിയെ രോഗം ബാധിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് എത്തിക്കുന്നത്. എന്നാൽ അവിടെ നിന്നും പിന്നീടാണ് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. ഇവിടെ വെച്ചാണ് കുട്ടിയുടെ മരണവും സംഭവിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ആരോഗ്യവകുപ്പിൽ നിന്നോ ഡോക്ടർമാരിൽ നിന്നോ കൃത്യമായ ഒരു വിവരം തങ്ങൾക്ക് ലഭിച്ചില്ല എന്ന ആക്ഷേപമായിരുന്നു കുട്ടിയുടെ പിതാവ് ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നത്. തുടർന്ന് പലതവണ പല ഡോക്ടർമാരെ ഇവർ കണ്ടിരുന്നു. അവസാന ഘട്ടത്തിൽ, കാരണം ഇന്നലെ ഈ ഒരു സംഭവത്തിന് ശേഷം ഇയാളുടെ പ്രതികരണം കൂടി വന്നിരുന്നു. നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യവകുപ്പിനും അതുപോലെ തന്നെ സൂപ്രണ്ടിനും ഒക്കെ ഈ ഒരു അക്രമം ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന രീതിയിലാണ് ഈ പിതാവ് പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടിയുടെ മരണം എങ്ങനെയാണ്? കാരണം അമീബിക് മസ്തിഷ്ക ജ്വരമല്ല കുട്ടിയുടെ മരണം എന്നുള്ളതാണ് ഇവർക്ക് അറിയാൻ കഴിഞ്ഞത് എന്നാണ് ഇന്നലെ കുട്ടിയുടെ മാതാവും മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. അത്തരത്തിൽ അവർ പറഞ്ഞത്, ഈ കുട്ടിയുടെ അമ്മയും പറയുന്നത്, ഈ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമായിരുന്നില്ല, പക്ഷെ മസ്തിഷ്ക ജ്വരമായിരുന്നു എന്നുള്ളതാണ് ഡോക്ടർമാരെന്ന് അറിയാൻ കഴിയുന്നത്. കുട്ടിയെ നേരത്തെ അല്ലെങ്കിൽ കൃത്യമായ ചികിത്സ നൽകിയിരുന്നെങ്കിൽ കുട്ടിയെ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് ഇവരിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ആരോഗ്യ മേഖലയിൽ തികച്ചും കുത്തഴിഞ്ഞ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. കൂടാതെ തന്നെ ഈ KGMOയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു പ്രതിഷേധവും കൂടി ഉണ്ടാകുന്നുണ്ട്. കാരണം ആരോഗ്യ പ്രവർത്തകരാണ്, അവർക്ക് വേണ്ടത്ര സുരക്ഷ ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നൽകുന്നില്ല എന്നുള്ള തുടങ്ങിയ കുറെ ചോദ്യങ്ങൾ ആരോഗ്യ മേഖലയിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയെ വെച്ച് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ല മാത്രമല്ല സംസ്ഥാന തലത്തിലും ഇന്നത്തെ ഈ ഒരു പ്രതിഷേധത്തിൽ, കാരണം അത്യാവശ്യ സർവീസുകൾ മാത്രമാണ് ഇന്ന് ഡോക്ടർമാർ അറ്റൻഡ് ചെയ്യുക. ബാക്കി ആശുപത്രിയിൽ നിന്ന് രോഗികളുടെ അവസ്ഥ കൂടി ഇന്ന് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം നിരവധി രോഗികളാണ് ഇത്തരത്തിൽ താലൂക്ക് ആശുപത്രി അല്ലെങ്കിൽ സർക്കാർ മേഖലയിലെ ആരോഗ്യ മേഖലയിലെ ഏറെക്കുറെ ആശുപത്രികളിൽ എത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ രോഗികളുടെ അവസ്ഥ കൂടി ഇന്ന് പരിഗണിക്കേണ്ടതുണ്ട്. എന്തുതന്നെയായാലും ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് ഈ അവസ്ഥയിൽ KGMO മുന്നോട്ട് പോകുന്നത്. കൃഷ്ണരാജ്, ശരി. ഡോക്ടറെ പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഇന്ന് ഡോക്ടർമാരുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ്. അത്യാവശ്യ കാര്യങ്ങൾക്കൊഴികെ സർവീസുകളെല്ലാം ബഹിഷ്കരിക്കാനാണ് തീരുമാനം. നടപടി ശക്തമാക്കിയില്ലെങ്കിൽ കൂടുതൽ കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്ന് KGMO അറിയിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രമ്യ ദേവിദാസ്. ഏതായാലും ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയ്ക്ക് സിസ്റ്റം ഇല്ലാത്തതിൻ്റെ മറ്റൊരു തെളിവായി ഇത് മാറുന്നുണ്ട്.